ഹലോ. ഇന്നലെ എമ്പുരാൻ മൂവി റിലീസായി. ആ മൂവി റിലീസായതിനു ശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത് ഒരു പൊളിറ്റിക്കൽ വാറാണ് ആക്ച്വലി. അതായത് ഗുജറാത്ത് കലാപം എന്ന സംഭവവും അതുമായിട്ട് എമ്പുരാൻ മൂവിക്കുള്ള ഒരു കണക്ഷനും ഒക്കെ പറഞ്ഞ് പൊളിറ്റിക്കലി ആളുകൾ തമ്മിൽ ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ കാണുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ പൊളിറ്റിക്കലി ന്യൂട്രലായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും പോസിറ്റിവിറ്റി മാത്രം കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പലർക്കും ഈ ഗുജറാത്ത് കലാപത്തിനെ പറ്റി ഇത് എന്താണെന്ന് കൂടെ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളിലേക്ക് ഈ വിഷയം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് ഗുജറാത്ത് കലാപം എന്ന് പറഞ്ഞത് 2002 ഫെബ്രുവരിയിൽ ഗുജറാത്തിലെ അഹമ്മദാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് തുടങ്ങി ആ സംസ്ഥാനം ഒട്ടാകെ വ്യാപിച്ച ഒരു വലിയൊരു കലാപമായിരുന്നു. 1000-ലധികം ആളുകൾ കൊല്ലപ്പെട്ട ഒരു സംഭവമായിരുന്നു അത്. നരഹത്യ ഒരുപാട് നടന്നിട്ടുള്ള ഒരു കലാപമായിരുന്നു. അവിടെ ആക്രമണം മാത്രമല്ല, കൊള്ളയും സ്ത്രീകൾക്കെതിരെ ബലാത്സംഗവും ഒക്കെ നടക്കുകയുണ്ടായി ഈ ഒരു കലാപത്തിൻ്റെ ഭാഗമായിട്ട്. പക്ഷെ ഒരു കലാപം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടതല്ല, അതിനൊരു കാരണം അവിടെ ഉണ്ടായിരുന്നു എന്നതും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ അറിയേണ്ടതുണ്ട്. ഈ കലാപത്തിന് പിന്നിലുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഗോദ്ര എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നടന്ന മറ്റൊരു ഇൻസിഡൻ്റ് ആയിരുന്നു. ഈ 2002 ഫെബ്രുവരി മാസം 27-ാം തീയതി അയോധ്യയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് വന്ന സബർമതി എക്സ്പ്രസ് എന്ന് പറഞ്ഞ ട്രെയിനിൽ തീപിടുത്തം ഉണ്ടായ ഒരു കാര്യം ഇവിടെ നടന്നു. അതായത് ഈ ഒരു സബർമതി എക്സ്പ്രസ് ഗുജറാത്തിലെ ഗോദ്ര സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഈ ട്രെയിനിലുണ്ടായിരുന്ന കുറച്ച് ഹിന്ദു സന്യാസിമാർ അവിടെ ആ സ്റ്റേഷനിൽ വെച്ച് ചില കച്ചവടക്കാരുമായിട്ട് വാക്തർക്കമൊക്കെ ഉണ്ടാക്കി. അത് ഈ സന്യാസിമാർ അയോധ്യ രാമഭൂമിയിൽ നിന്ന് വരികയായിരുന്നു. അപ്പോൾ അവർ ജയ് ശ്രീരാം എന്നൊക്കെ മറ്റുള്ളവരെ കൊണ്ട് പറയാൻ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ കച്ചവടക്കാരുമായിട്ട് അവർ വിലയുടെ പേരിൽ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഈ ട്രെയിൻ മുന്നോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രെയിനിൽ ചങ്ങല വലിക്കപ്പെടുകയും ട്രെയിൻ നിർത്തുകയും അതുപോലെ ആരൊക്കെയോ ട്രെയിനിലേക്ക് കല്ലെറിയുകയും കുറേ കലാപകാരികൾ ട്രെയിനിൻ്റെ അകത്ത് കയറി മറ്റുള്ളവരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ട് ഈ ട്രെയിനിൻ്റെ 4 കോച്ച് അഗ്നിക്കിരയാക്കി. അപ്പോൾ തീപിടുത്തം ഉണ്ടായിട്ട് 25 സ്ത്രീകളും 25 കുട്ടികളും 9 പുരുഷന്മാരും അടക്കം 58, 59 അത്ര ആളുകൾ അവിടെ അഗ്നിക്കിരയാക്കപ്പെട്ടു. ഈ സംഭവത്തിൻ്റെ തൊട്ട് പിന്നാലെയാണ് ഇവിടെ ഗുജറാത്ത് കലാപം എന്ന് പറഞ്ഞ മറ്റൊരു സംഭവം ഉണ്ടാകുന്നത്. ഇതൊരു ആസൂത്രിത കലാപമാണെന്ന് പറയപ്പെടുന്നു. ഈ കലാപത്തിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉള്ളതായിട്ട് പറയപ്പെടുന്നു. അന്നത്തെ മുഖ്യമന്ത്രി ഗുജറാത്തിൽ നരേന്ദ്രമോദി ആയിരുന്നു. പക്ഷെ അവിടെ അന്വേഷണ കമ്മീഷൻ വന്നു. അന്വേഷണ കമ്മീഷൻ അന്വേഷിച്ചതിൽ അവിടെ ഗവൺമെൻറ്റിൻ്റെ റോളൊന്നും ഉള്ളതായിട്ട് തെളിഞ്ഞിട്ടില്ല. സുപ്രീം കോടതി ആ റിപ്പോർട്ട് പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയും ഒക്കെ ചെയ്തു. എന്നിരുന്നാലും ആളുകളുടെ ഇടയിൽ ഇത് ഒരു മതവിഭാഗത്തിനെ പർപ്പസ്ഫുള്ളി ഫോക്കസ് ചെയ്ത് നടത്തിയ ഒരു ആസൂത്രിത കലാപമായിട്ടാണ് പറയപ്പെടുന്നത്. ഇതാണ് സംഭവം. ഈ ഗുജറാത്ത് കലാപവുമായിട്ട് ബന്ധപ്പെട്ട അതേപോലെ സിമിലർ ആയിട്ടുള്ള ചില ഇൻസിഡൻസ്, ചില സീൻസ് ഈ മൂവിയിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇതൊരു മൂവിയാണ്, ഒരു ചലച്ചിത്രമാണ്, എന്നോ നടന്ന ഒരു സംഭവമാണ്. ഇനി ഒരിക്കലും അങ്ങനെ ഒരു സംഭവം നടക്കാതിരിക്കട്ടെ. പക്ഷേ ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു സംഭവത്തിൻ്റെ പേരും പറഞ്ഞ്, ഈ ഒരു മൂവിയുടെ പേരും പറഞ്ഞ് വെറുതെ ആളുകൾ തോളോട് തോൾ ചേർന്ന് ഒരുമിച്ച് നടക്കേണ്ട ആളുകൾ വെറുതെ രാഷ്ട്രീയ ചേരി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും വാക്തർക്കങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ കലാപം എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് അൾട്ടിമേറ്റ്ലി വേണ്ടത് സമാധാനമാണ്. ഗുജറാത്ത് കലാപത്തിൽ 1000-ലധികം ആളുകൾ കൊല്ലപ്പെടുകയുണ്ടായി, കൊള്ള നടത്തപ്പെടുകയുണ്ടായി, സ്ത്രീകൾ ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത മുറിവുകൾ ജനഹൃദയങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കലാപം തന്നെയായിരുന്നു ഗുജറാത്ത് കലാപം എന്നുള്ളത് ശരി തന്നെയാണ്. നമ്മുടെ എമ്പുരാൻ മൂവിയിൽ ഈ കലാപവുമായിട്ട് ബന്ധപ്പെട്ട ചില സീൻസ് കാണിക്കുന്നുണ്ട്, അതും ശരി തന്നെയാണ്. എന്നിരുന്നാലും നമ്മുടെ ഈ ഒരു കേരളത്തിൽ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രമാത്രം ചർച്ച ചെയ്യേണ്ട ആവശ്യം ഈ ഒരു മൂവിയുടെ പേരിലുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അൾട്ടിമേറ്റ്ലി നമുക്ക് എല്ലാവർക്കും വേണ്ടത് സമാധാനമാണ്. മൂവി എപ്പോഴും കലയൊക്കെ നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതിനെ ആ വഴിക്ക് കണ്ടുകൊണ്ട് എന്തുകൊണ്ട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൂടാ? ഈ ഒരു കൊച്ചു കേരളത്തിൽ ഈ ഒരു മൂവിയുടെ പേരും പറഞ്ഞ് ഏതോ ഒരു കലാപത്തിൻ്റെ പേരും പറഞ്ഞ്, ഏതൊരു കലാപം അല്ല, തീർച്ചയായിട്ടും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഇനി ഒരിക്കലും അങ്ങനെ ഒരു കലാപം എങ്ങും നടക്കാതിരിക്കട്ടെ. രാഷ്ട്രീയമാണെങ്കിലും മതമാണെങ്കിലും ഒരു പരിധിയിൽ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപകടത്തിലേക്ക് നയിക്കുമെന്നൊക്കെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുകയും നല്ല രീതിയിൽ കലയായിട്ട് കാണാൻ ശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും ഒന്നും പൊളിറ്റിക്കൽ ഫൈറ്റ് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊന്നും നടക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് എനിക്ക് തോന്നി. നിങ്ങളും ചിന്തിക്കുക. അൾട്ടിമേറ്റ്ലി നമുക്കെല്ലാം വേണ്ടത് സമാധാനമാണ്. എല്ലാവർക്കും സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചിന്തിക്കുക. കലയായിട്ട് കാണാൻ ശ്രമിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.